ഭരണം നേടി 9 ദിവസത്തിനുള്ളിൽ തന്നെ ജനങ്ങൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് യു ഡി എഫിനെതിരെ. ഇതൊക്കെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയെ സഹായിക്കുക? ഒരു നല്ല കാലമാണോ ബി ജെ പിയെ കാത്തിരിക്കുന്നത്? ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കി എന്നുള്ളത് മറക്കാൻ പാടില്ല. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 MLA-മാർ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാനുണ്ടാവും എന്നുള്ളത് ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണ്. പക്ഷേ ബി ജെ പിക്ക് കേരളത്തിൽ ഉടനീളം നല്ല സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പക്ഷെ തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള സ്വാധീനമില്ല എന്നുള്ളത് മാത്രമേ. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ CPM ഒരു സീറ്റിലാണ് ജയിച്ചത്. പക്ഷേ പല സീറ്റിലും അവർ 2ാം സ്ഥാനത്തും അതുപോലെ തന്നെ 50,000-ലധികം വോട്ടിലൊക്കെ വന്നു കഴിഞ്ഞു. അതാണ് ആ ഒരു പാർട്ടിയുടെ ഒരു ഗ്രിപ്പ് എന്ന് പറയുന്നത്. അതാണ്. കേരളത്തിലാണെന്ന് വെച്ചാൽ ബി ജെ പി ഏതാണ്ട് 25-ലധികം നിയമമണ്ഡലങ്ങളിൽ ഇതേപോലെ നല്ല സാന്നിധ്യം പ്രകടമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ 30 വരെ നമുക്കത് എടുത്തു വെക്കാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തതൊരു ജമ്പാണ്, ഒരു ചാട്ടമാണ്. ചാടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 3 എന്ന് പറയുന്നത് 30 ആക്കാൻ പറ്റും. 30 ആക്കിയാൽ പോലും ഭരണം അസാധ്യമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലവാരം അതിന് നിയമസഹായത്വം ഉണ്ടാക്കാൻ കഴിയും. കോൺഗ്രസ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിപൂർവമായൊരു പ്രവൃത്തിയായി രാഷ്ട്രീയം പഠിക്കുന്ന ആരും പറയില്ല. ബുദ്ധിപൂർവമല്ല പ്രവൃത്തി എന്ന് പറയും. 102 സീറ്റിൽ ജയിച്ച് വളരെ ആഹ്ലാദത്തോടുകൂടി അധികാരത്തിൽ കയറേണ്ട ഒരു പാർട്ടിയെ 9 വർഷമായിട്ട് പാർട്ടി നിഴലിലും വെയിലിലും മഴയത്തും നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തേ ജനങ്ങളുടെ ഈ മാൻഡേറ്റിനെ ഈ മഴയത്ത് നിർത്തിയത് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്താ? ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതാണ്: കാര്യക്ഷമമായി പ്രവർത്തിക്കാനായിട്ടുള്ള ശേഷി ഇല്ലാത്തതും പരസ്പര ഐക്യമില്ലാത്തതുമായ ഒരു കൂട്ടമാണ് കോൺഗ്രസിൻ്റേത് എന്നതാണ്. കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ കാരണം എന്താ? CPM-നോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ പിണറായി വിജയനുള്ള വെറുപ്പാണ്. ആ വെറുപ്പിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഈ വിജയം എന്ന് വരെയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അത് കോൺഗ്രസിന് നഷ്ടമാണ്. കോൺഗ്രസിൻ്റെ വിജയമല്ല സ്വന്തം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ മറ്റവരുള്ള വെറുപ്പ് കൊണ്ട് അവരെ അടിച്ചു പുറത്താക്കിയാണ്. യഥാർത്ഥത്തിൽ വിജയത്തെ നല്ല രീതിയിൽ മാറ്റി തീർക്കണമെങ്കിൽ എന്ത് വേണം? വിജയം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ നിർമ്മിക്കണം. അത് നിർമ്മിക്കണമെങ്കിൽ ഒരു ഭരണം നടത്തി 5 വർഷം ഭരിച്ച് വീണ്ടും ഭരണത്തിൽ വരണം. പിണറായി വിജയനുണ്ടായ അഡ്വാൻറ്റേജ് അതായിരുന്നു. വീണ്ടും അധികാരത്തിൽ വന്നു എന്നുള്ളത് അത് പോസിറ്റീവ് ആയിട്ടുള്ള വിജയമായിരുന്നു. പോസിറ്റീവ് വിക്ടറി എന്ന് നമുക്ക് വിശേഷിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. ഇത് നെഗറ്റീവ് വിക്ടറി. പിണറായി വിജയനുള്ള വെറുപ്പ്, ആളുകൾ വെറുത്തിട്ട് തല്ലി ഓടിച്ചു, അതാണ് സത്യം. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അർഹമല്ല എന്നും കൂടി കോൺഗ്രസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഐക്യമില്ലായ്മയോടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെ BJP ഗുണകരമായി തീരും എന്നുള്ളതാണ് ചോദ്യം. ജനങ്ങളെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? ആൻ ആൾട്ടർനേറ്റീവ്, ഒരു വിമതമാർഗം, ഒരു പകരം വഴി. അത് കോൺഗ്രസ് അല്ല എന്ന് കുറേശ്ശെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ഇവരല്ലെങ്കിൽ പിന്നെ കാര്യം നമുക്ക് മറ്റവരെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ ജയിപ്പിച്ചേക്കാം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചത് അത് തന്നെയാണ് ശരി. അവിടെ കോൺഗ്രസ് വളരെ നല്ല സ്ഥാനാർത്ഥികളൊക്കെ നിർത്തിയിരുന്നു. അല്ലെ, കാർത്തികൻ്റെ മകനെയൊക്കെ നിർത്തി. നിങ്ങൾ ജയിപ്പിച്ചാൽ ഇയാളെ ഞങ്ങൾ മേയറാക്കാം എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടാണ് അയാളെ നിർത്തി. പക്ഷേ ജനങ്ങൾ ജയിപ്പിച്ചില്ല അയാളെ. അതിന് പകരം മാർക്സിസ്റ്റ് പാർട്ടി മാറ്റി, പകരം ആരെടുത്തു? BJP എടുത്തു. ഇത് കോൺഗ്രസ് എപ്പോഴും പഠിക്കേണ്ട ഒരു പാഠമാണ്. കോൺഗ്രസിന് പകരമാര് എന്ന് ചോദിച്ചാൽ അത് BJP എന്ന് വരുന്ന തരത്തിലേക്ക് രാഷ്ട്രീയമായിട്ടുള്ള മാറ്റങ്ങൾ മാറുന്നത് കോൺഗ്രസിന് ഒരിക്കലും നല്ലതല്ല. കോൺഗ്രസിനെ മാറ്റിയിട്ടാണ് ആർക്കെങ്കിലും വരേണ്ടത്.
അപ്പോൾ സി പി എമ്മിന് പകരം BJP വരും എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഇവിടെ. കാരണം എന്ന് വെച്ചാൽ സംഘടനാ ശേഷി വെച്ച് നോക്കുന്ന സമയത്ത് കുറേ കാലം കൂടിയൊക്കെ പിടിച്ചു വെക്കാനായിട്ടുള്ള ഊർജം CPM ഉണ്ട്. അവർ വല്ലാതെ ഇടിഞ്ഞ് താഴെ വീണാൽ മാത്രമാണ് ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ അവരല്ല എന്ന് പറയുള്ളൂ. അതായിട്ടില്ല. അവർക്ക് 35 സീറ്റും മറ്റവർക്ക് 3 സീറ്റും ഉള്ളൂ. അപ്പോൾ സിമ്പിൾ അരിത്തമെറ്റിക്സ് വെച്ച് പരിശോധിച്ചാൽ തന്നെ കോൺഗ്രസിന് പകരം ആൾട്ടർനേറ്റീവായിട്ട് ഇപ്പോൾ നിൽക്കുന്ന CPM. ആ CPM 5 വർഷം കഴിഞ്ഞതിന് ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം ഇനി ആര് എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് വേണ്ട BJP മതി എന്ന് തീരുമാനിക്കാനായിട്ട് പറ്റുന്ന തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ മാറ്റി എഴുതുന്ന ജോലി കോൺഗ്രസ് ഏറ്റെടുക്കാൻ പാടില്ല. അതാണ് പ്രധാനപ്പെട്ടത്. അതായത് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങും, CPM വരുന്നതാണോ മാഷ് പറയുന്നത്? അല്ല, കേരളത്തിലെ ഒരു സ്ഥിതിയിൽ പോസിറ്റീവായിട്ടുള്ള ഗവേണൻസ് ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. പിണറായി വിജയൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിലാണ്. ഗമ്മിക്കല്ല, പ്രത്യേകമായ സാഹചര്യമാണ്. അത് പ്രളയമുണ്ട്, കോവിഡുണ്ട്. ഈ പ്രളയത്തിൻ്റെയും കോവിഡിൻ്റെയും കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ രക്ഷകനെ പോലെ ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അതിനോടൊപ്പം CPMൻ്റെ സന്നദ്ധ സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന DYFIയും SFIയും ഒക്കെ ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അധികാരത്തിലേക്ക് വന്നത്. ആ സാഹചര്യം ആണ് അവരെ രക്ഷിച്ചത്. ഒരു ദുരന്തം എപ്പോഴും ഒരു രക്ഷകനെ കാത്തിരിക്കുന്നുണ്ട്. ആ ദുരന്തത്തിൽ രക്ഷകനായത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അവർ അധികാരത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. പിന്നീട് അതേ പിണറായി സർക്കാർ തന്നെയാണ് ജനങ്ങൾ വെറുപ്പിച്ച് ജനങ്ങൾ അടിച്ചു ഓടിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. അപ്പോൾ ജനങ്ങൾക്ക് സ്വീകാര്യമായ ഭരണ സംവിധാനം ഒരുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസ് എന്ത് ചെയ്യുള്ളൂ, ഈ 5 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അധികാരത്തിലേക്ക് വരികയുള്ളൂ. അത് നമ്മളിപ്പോൾ നിലനിൽക്കുന്ന കോൺഗ്രസിൻ്റെ സ്ട്രക്ചർ, സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊരാൾ വരേണ്ടി വരും. മറ്റൊരാൾ വരേണ്ടി വരുമ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് CPM ആണെങ്കിൽ CPM ആയിരിക്കും അധികാരത്തിലേക്ക് വരും. BJPക്ക് ഇനിയും ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. കോൺഗ്രസിന് എപ്പോഴും തലവേദനയായിട്ട് മാറുന്നത് പലപ്പോഴും ഘടകകക്ഷികളാണ്. പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് ഇത്രയും അധികം കോൺഗ്രസിന് ഒറ്റയ്ക്ക് തന്നെ ഇത്രയും അധികം MLA ഉണ്ടാക്കാൻ പറ്റിയിട്ടും എന്തിനാണ് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായങ്ങൾക്ക് മുമ്പാകെ കീഴ്പ്പെട്ടു പോകുന്നത് എന്ന ഒരു വിമർശനമാണ് BJP പലപ്പോഴും ഉയർത്തുന്നത്. അല്ല, അത് ശരിയാണല്ലോ. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് നട്ടല് കാണിക്കുകയും കോൺഗ്രസ് എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറിയാൽ മാത്രമാണ് ഘടകകക്ഷിയായിട്ട് കിട്ടത്രേ ഉള്ളൂ. ഇപ്പോൾ CPM ഭരിക്കുന്ന സമയത്ത് അങ്ങനെ ഘടകകക്ഷി കയറി CPMനെ ഭരിക്കും എന്നാരും പറയാറില്ല. CPM വലിയേട്ടനായിട്ട് തന്നെ അങ്ങനെ നിൽക്കും. ആ വലിയേട്ടനെ എന്ത് ചെയ്യുന്നു, ആളുകൾ വിമർശിക്കുന്നു മാത്രമേ. അല്ലാണ്ട് CPI കയറി ഭരിക്കും എന്നാരും ഭയപ്പെടുന്നേയില്ല. കേരള കോൺഗ്രസ് ഉണ്ടായിരുന്ന അവർ കയറി ഭരിക്കും എന്നും ഭയപ്പെട്ടിരുന്നില്ല. CPMനെ അനുസരിച്ച് അവരെല്ലാം നിൽക്കും, അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കും എന്ന് മാത്രമാണ് കരുതപ്പെട്ടിരുന്നത്. കോൺഗ്രസ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. നേതൃസ്ഥാനത്തിരിക്കണമെങ്കിൽ അത് വേണ്ട, നേതൃസ്ഥാനത്ത് ലീഗ് ഇരുന്നോട്ടെ എന്നവർ തീരുമാനിച്ചാൽ അവർക്ക് ഇങ്ങനെയൊക്കെ തന്നെ പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരും വീണ്ടും ഭരണത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്നതുമായൊരു പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം, പദ്ധതികൾ, അതിനനുസരിച്ച് പ്രാവർത്തികമാക്കാനായിട്ടുള്ള ശൈലി, അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ്, ഇനി മറ്റേതെങ്കിലും റിസോഴ്സ് ആവശ്യമാണ് അതും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. അങ്ങനെ മാത്രമേ വീണ്ടും അധികാരത്തിലേക്ക് വരിക എന്ന് പറയുന്ന സ്വപ്നതുല്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് കോൺഗ്രസിന് കഴിയുള്ളൂ. KCയെ മുഖ്യമന്ത്രിയാക്കിയാൽ BJPയുടെ കാര്യം എളുപ്പമാകുമോ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവരൊക്കെ വ്യക്തികൾ മാത്രമല്ല. KC ആയാലും BD ആയാലും രമേശ് ചെന്നിത്തലയൊക്കെ ആയാലും വ്യക്തികൾ മാത്രമാണ്. ഇവരെങ്ങനെയാണ് ഈ പ്രസ്ഥാനവുമായിട്ട് ചേർന്ന് അതിലുള്ള മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ച് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. KC വന്നാലും BD വന്നാലും രമേശ് വന്നാലും സംഘടന എന്ന് പറഞ്ഞ ഇതാണ് കോൺഗ്രസ് സംഘടന. ഇപ്പോൾ BJPക്ക് ഇപ്പോൾ കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന 2 സംസ്ഥാനങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതൊന്ന് തമിഴ്നാടും കേരളവുമാണ്. ബാക്കി എല്ലാ സ്ഥലത്തും അവരവരുടെ നില ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ 2 സംസ്ഥാനങ്ങളെ പിടിച്ചടക്കുക എന്നുള്ളതാണ് അവരുടെ ഭാവിയിലുള്ള വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്.
അതിലൊരു ലക്ഷ്യമായിട്ട് ഇപ്പം കേരളവും മാറിയിരിക്കുകയാണ്. കാരണം 3 MLA-മാരാണ് നിയമസഭയിൽ BJP-ക്കായിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ചയ്ക്കായിട്ട് എന്തൊക്കെയാണ് ഇനി BJP ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് സംസ്ഥാനം ഉറ്റുനോക്കുകയാണ്. മാഷിന് എന്താണ് അതിൽ പറയാനുള്ളത്? എന്തായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത്? അല്ല, BJP-യുടെ ഇനി ഫോക്കസ് പോയിന്റ് കേരളമായിരിക്കും. തമിഴ്നാട് അത് കഴിഞ്ഞിട്ട് അവർ പിടിക്കാൻ സാധ്യതയുള്ളൂ. കാരണം അവിടെ ഒരു സീറ്റേ ഉള്ളൂ. കേരളത്തിലെ ഫോക്കസ് പോയിന്റിന് പ്രധാനപ്പെട്ട കാരണം 3 സീറ്റ് മാത്രമല്ല. കേരളത്തിൽ ഏതാണ്ട് ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ BJP-ക്ക് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഫോക്കസ് ചെയ്താൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരു തിരഞ്ഞെടുപ്പ് ദൂരെ, അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് പറയാം അധികാരം ഒരു തിരഞ്ഞെടുപ്പ് അകലെ എന്ന് പറയാം. 2031, 2036. 2036 കേരളത്തിൽ അധികാരം പിടിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടായിരിക്കും BJP അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നമ്മൾ പറയില്ലേ, ഒരു പാട്ടകലം എന്ന് പറയുന്ന മാതിരിയാണ് ഒരു തിരഞ്ഞെടുപ്പ് കാലം. 2 തിരഞ്ഞെടുപ്പ് കാലമാണ് BJP-യുടെ മുന്നിൽ യഥാർത്ഥത്തിൽ അധികാരത്തിലേക്ക് എത്താനായിട്ടുള്ളത്. BJP-യുടെ ശക്തി എന്ന് പറയുന്നത് മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരു സെക്കുലർ ചിന്ത ഉൾക്കൊള്ളുന്ന ആളുകളൊന്നുമല്ല. BJP-യുടെ കൃത്യമായിട്ടുള്ളൊരു ശക്തി എന്ന് പറയുന്നത് ഇതിരായിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. ഇവിടെ അവർക്ക് വിജയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അവർ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു അജണ്ടയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് UDF എന്ന് പറയുന്നത് ഒരു മുസ്ലിം പാർട്ടിയാണെന്ന് പറയുന്ന ഒരു നെറേറ്റീവ് അവർ അഴിച്ചുവിട്ടിട്ടുണ്ടായി. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട്. അതെ, അവർക്ക് ഈ വർഗീയമായിട്ടുള്ള വിവേചനത്തിൻ്റെയും ധ്രുവീകരണത്തിൻ്റെയും പുറത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും മുന്നേറ്റം ഉണ്ടാക്കാനും കഴിയും എന്നാണ് അവരുടെ വിശ്വാസമാണ്. കേരളത്തിൽ പക്ഷേ അതിന് കഴിയാതെ പോകുന്നത്, കേരളത്തിൽ അതിനപ്പുറത്ത് ഈ സെക്കുലർ മൈൻഡ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലെ കാര്യങ്ങൾ നടക്കാതെ പോകും. അതുകൊണ്ട് അവർ ചിലപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് കുറച്ച് കഴിയുമ്പോൾ. അത് വികസന കേന്ദ്രീകരണം, ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് ആയിരിക്കും മിക്കവാറും അവർ കേരളത്തിൽ പ്രധാനമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.